മുത്തേ അതാണ് സ്ഥലമേ. അവസാനം ഇത്രയും കഷ്ടപ്പാടൊക്കെ ഒരു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എടാ ഇവിടെ ഞാൻ എങ്ങനെ എത്തിയത് നിങ്ങൾക്ക് അറിയാമോ ചാറ്റ്? ഇവിടെ ഞാൻ ഇന്ന് രാവിലെ എങ്ങനെ വന്നത് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ഒക്കെ ഞാൻ ഈ വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആ ഒരു സന്ദർഭം അപ്ലോഡ് ചെയ്യാം. ഞാൻ എങ്ങനെ ഇവിടെ എത്തി നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ഞാൻ പറഞ്ഞുതരാമേ. ഇങ്ങോട്ടാണ് സ്ഥലം കേട്ടോ. വന്നോണേ. ഇങ്ങോട്ടാണ് സ്ഥലം. ഇവിടെ എങ്ങനെ എത്തിയെന്നാ ഒരു ആക്സിഡൻറ്റ് പറ്റിയാണെങ്കിൽ എത്തിയത്. സത്യം പറയാല മാരക പരിപാടിയായിരുന്നു ഏട്ടാ. അവിടെ നിന്ന് വണ്ടി ഇടിച്ചേ. ഞാൻ കാണിച്ചു തരാം. എവിടെ നിന്നാ ഇവിടെ ഇത്രയും ദൂരം നിങ്ങൾ ആദ്യം കാണണേ കേട്ടോ. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം, രാവിലത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം. അതായത് എവിടെ നിന്ന് വെച്ചാൽ വേണ്ട ഇത്രയും ദൂരം ഓൾറെഡി ഇതുണ്ട്. നിങ്ങൾ കാണണം. ഞാൻ ലൊട്ട അടിക്കാൻ ലൈവ് കാണാൻ അറിയാം. കഴിഞ്ഞ ലൈവ് എടുത്ത് നോക്കിയാൽ മതി. രാവിലത്തെ ഇത്രയും ദൂരമുണ്ട്. അങ്ങന്ന് വേണ്ട അവിടെ നിന്ന് ഒരു കല്ല് തട്ടി ഇടിച്ച് പറന്നുണ്ടല്ലോ പൊന്നു. അവിടെ നിന്ന് പറന്ന് നിന്നില്ല. നേരത്തെ ഇടിച്ചതിൻ്റെ 10 ഇരട്ടി ഇതായിട്ടും കറങ്ങി വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത്. സത്യം പറഞ്ഞാൽ അത് മാരക സംഭവമായിരുന്നു. ഭയങ്കര വരുന്നത് സത്യം ഒരു ഭയങ്കര വരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. ബ്രോ ഐ ആം യുവർ സെക്യൂരിറ്റി. ഓക്കെ അവിടെ കാർ ഡബ്ല്യു സാനിമേ ഡബ്ല്യു സാധനം കേട്ടാ. കാർ ഡബ്ല്യു അത് പറഞ്ഞോട്ടെ. സീരിയസ്ലി ഡബ്ല്യു എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഇടിച്ച് പറന്ന് വന്ന് ഇവിടെ ലാൻഡാക്കി. മനസ്സിലായില്ലേ? ലാൻഡാക്കിയിട്ട് വേണ്ട അവിടെ വന്നിട്ടാണ് നോക്കിയപ്പോൾ ഇവിടെ ഈ സാധനം കണ്ട. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സോ ഫണ്ണി എന്നാ നീയല്ലേ എൻ്റെ അടുത്ത് എന്തിന് നേരത്തെ പ്ലീസ് ആഡ് ഫ്രണ്ട് എന്നാണ്ട് പറഞ്ഞ ആടാക്കത്തോണ്ട് വിഷമമായ മച്ചാ. സീരിയസ്ലി അങ്ങോട്ടോ ഓതൊരു അമ്മാതിരി ലാൻഡിങ് ആയിരുന്നു. വണ്ടി ഇടിച്ച് അങ്ങ് വരാം. എടാ നമുക്ക് അങ്ങോട്ട് പോവാം, പാളത്തിലോട്ട് പോവാം. എടാ ഇവന്മാരി വെള്ള ഉടുപ്പ് ഇട്ടാ എനിക്ക് വന്നോന്ന് ഡ്രസ്സില്ലാതെ വന്നല്ല. അല്ല അങ്ങനെ ശരിയാവില്ല. ഇവിടെ ഉടുപ്പാണ് ഉദ്ദേശിച്ച. മസിലൊക്കെ പരിപ്പിച്ചോണ്ട് അല്ല കുഴപ്പമില്ല. എടാ എല്ലാവരും വാ. $19 വായിച്ചിരിക്കാം. നല്ലായിരുന്നു. മുത്തേ ഹിഡൻ പ്ലേസിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഹിഡൻ പ്ലേസിലോട്ട് എത്തിയിട്ടുണ്ട് മുത്തേ. എടാ ഒക്കെ ഞാൻ ഇത് വീഡിയോ ഇട്ടുമ്പോൾ ആ ഒരു ക്ലിപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ രാവിലെ ഇവിടെ എത്തിയ സന്ദർഭം കൂടെ. ഓക്കെ അപ്പോൾ എത്തിക്കൂടെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. നോ കാർ. എടാ കാർ മാറ്റി. കാർ മാറ്റി. നടന്നു വാ. അതാരും പോണ ലോട്ടകൾ കാറ് കൊണ്ടുപോകണം. വെയിറ്റ് അല്ല അങ്ങോട്ട് വാ കൈസ് പോകുമ്പോൾ ആൾ കാർ പാർക്കൊക്കെ നോ ഇയർന്നാ എന്ത് ആൾക്കാർ പാർക്ക് നോ ഇയർന്ന്. കൊള്ളാം. എടാ അങ്ങോട്ട് പോകാം കൈസ്. വെയിറ്റ് പിക്ക് എടുത്തോട്ടെ. പിക്ക് എടുക്കാം. പിക്ക് സെറ്റ്. എന്തായാലും നോക്കട്ടെ. സോ ഫണ്ണി എന്നാ മുത്തേ. നേരത്തെ നമ്മളടുത്ത് കണ്ടല്ലേ കാർ 20 ലക്ഷം തരൂ ഫ്രണ്ടാക്കൂ പ്ലീസ് എന്ന് ചോദിച്ച ഒരാളാണ്. ഇപ്പം ഒന്ന് കിട്ടാതായപ്പോൾ കണ്ട എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അവരൊരു ആശ്വാസത്തിന്. പറഞ്ഞു നമുക്കൊന്നും ഇല്ലേ. നിങ്ങൾ എന്തിനാ പറഞ്ഞു? നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിച്ചോ. എടാ എല്ലാവരും വാ. നിങ്ങൾക്കത് പറയാനല്ലേ പറ്റൂ. കാറ് കിട്ടൂ ഇല്ല, അത്രേ ഉള്ളൂ. പൈസ കിട്ടൂ ഇല്ല. എടാ മുത്തേ വാ. എടാ കേട്ട് റിവീലിംഗ് അല്ല ഹിഡൻ പ്ലേസിലോട്ട് വന്നിട്ട് അത് നോക്കിക്കൊണ്ടിരുന്ന വാ. എടാ സൂക്ഷിച്ചു വാ. സൂക്ഷിച്ചു വാ. ഇവിടെ ഇത്തിരി എളുപ്പമല്ല കേട്ടോ. ഇത്രയും ഇങ്ങനെ പോകുമ്പോൾ താഴെ വീണ അറിയാല. സീരിയസ്ലി മുത്തേ എല്ലാവരെയും കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ. സൂക്ഷിച്ച് പോകണം. ഇവിടെ കാർ കൊണ്ട് ഇതിലോട്ട് ഇറങ്ങാൻ എനിക്ക് കൈകളാം കേട്ടോ. പിന്നെ കൈകളാം അത്രേ ഉള്ളു. എനിക്ക് ഒരു സെക്കൻഡ് കാറ് കൊണ്ടുപോകാൻ പോയി. ഓക്കെ വാ പോവാം. വാ ഗൈസ് വാ.
സൂക്ഷിച്ചു പോവാ. എടാ ഇവന്മാർ ഇറങ്ങിപ്പോണം ഇങ്ങോട്ട്. എനിക്ക് അതെങ്ങനെ വെച്ചാൽ അറിഞ്ഞോടാ. നോക്കണം കേട്ടാ. പിന്നെ നോക്കാം. എടാ എല്ലാവരും വേട്ടാ, സൂക്ഷിച്ചു വേട്ടാ. മുത്തേ തമാശ കളിക്കാൻ പറ്റിയ സ്ഥലമല്ല, മനസ്സിലായി. ഇവിടെ കുഴപ്പമില്ല. നേരത്തെ ഹാത്താണ് നിൽക്കണം. അപ്പർ സൈഡ് ഞാൻ നേരത്തെ അപ്പർ സൈഡിലേ നടന്നത്. അത് അത്ര സുഖമുള്ള സ്ഥലമല്ല. വീണ മൂട് കലങ്ങും ചേട്ടൻ, മൂട് കലങ്ങും. ബ്രോ പറ കഴിച്ച് പറ. എടാ ഇങ്ങനെ കയറാൻ പറ്റില്ല, അതാണ് പ്രശ്നം. നടുക്കെന്ന് കയറാൻ പറ്റൂല. ഇതിൻ്റെ ഇടയിൽ വന്ന് വീണ പൊക്കാ സ്ഥലം ചേട്ടൻ. ഞാൻ ഇത്രയും നാളേക്ക് ഇവിടെ വന്നിട്ടില്ല. ഈ ഗെയിമിൻ്റെ അകത്ത് എന്തോരം കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നാ. സത്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സീരിയസ്ലി ഡബിൾ ഗെയിമാണ് കേട്ടോ. ഇതൊരു മാരക ഗെയിം തന്നെ, പറയാതിരിക്കാൻ വയ്യ. കാർ ഗെയിമുകളിലെ മാരക ഗെയിമാണ് ഇത്. എന്തൊക്കെ പറഞ്ഞാലും ഒലാസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനൊന്നും നമ്മൾ ഉണ്ടാക്കി വിട്ട് അതിനൊരു ഡബിൾ ഗെയിം അറിയിക്കണ്ട മുത്തേ. ഗ്ലിച്ച് ബഗ് ലൊട്ട എല്ലാം വേറെ. പക്ഷേ ഈ ഗെയിം ഉണ്ടല്ല, ഇങ്ങനൊരു ഗെയിം നമുക്ക് അവൻ തന്ന്, ഒലാസ് നമുക്ക് തന്ന്. അതിന് സീരിയസ്ലി മുത്തേ ഒലാസൻ ഇത് കേൾക്കണേ താങ്ക് യു മുത്തേ. ഞാൻ വേറെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഗെയിം നീ ഉണ്ടാക്കിയല്ല, അത് നീ ഡബിൾ തന്നെ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ മുത്തേ. കാരണം ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗെയിമിൻ്റെ അകത്തുള്ളത്. എന്തോരം സംഭവം നിന്നാ, എന്തോരം കാര്യങ്ങൾ ഈ ഒരു ഗെയിമിൻ്റെ അകത്തുള്ള. നമ്മൾ ഒരു മാസമായിട്ട് കളിക്കുകയാണ്, എന്നിട്ട് പോലും നമുക്ക് ഇത്രയും ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും അറിഞ്ഞുകൊണ്ട് ഈ ഗെയിമിൻ്റെ അകത്ത്. പലയിടങ്ങൾ ഹിഡൻ പ്ലേസ് ആണെങ്കിലും, മനസ്സിലായില്ലേ? അത്രയ്ക്ക് വലിയ ഇതാണ്. അവിടെ നോക്കിയാൽ കണ്ടത് നോക്കി ഇത്ര ഒരു മാപ്പാണുള്ളത്. വേണ്ട ഇത് ഈ ഒരു മാപ്പാണ്. ലൊട്ട ചെറിയ മാപ്പെന്ന് പറയത്തില്ല, എന്നാൽ മാരകമൊന്നും പറയത്തില്ല, മനസ്സിലായില്ലേ? അത്യാവശ്യം വലിയ മാപ്പ് തന്നെ, എന്നാലും ഭയങ്കര GTA കണക്കെന്ന് നമുക്ക് പറയത്തില്ലല്ലോ. എന്നാൽ പോലും എൻ്റെ അകത്ത് ഇത്രയും അവന്മാർ വച്ചിട്ടുണ്ട്. സീരിയസ്ലി ഡബിൾ അറിയിക്കണ്ട മുത്തേ, ഡബിൾ അറിയിക്കുന്നുണ്ട്. മാരത്തോണാണോ എന്നാ? സത്യം നമ്മളിപ്പോൾ ഒരു മാരത്തോൺ പോലെ ആയിട്ടുണ്ട്. അവിടെ ഞാൻ രാവിലെ ഇവിടെ ഫുള്ള് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം. നിങ്ങളോട് വരാൻ പറ്റി എനിക്ക് എന്തായാലും നന്നായി കേട്ടാ. ഉഴി പോവാ മുത്തേ, സീരിയസ്ലി മുത്തേ. CPN 2 ലൈവ് വന്നാ എടാ. CPN 2 ഒന്ന് നമ്മൾ ഒരുത്തനും കാണാൻ വരില്ല മുത്തേ. നമ്മളിപ്പോൾ ഈ ഫുട്ബോൾ പറഞ്ഞപ്പോലും വേണ്ടെന്ന് പറഞ്ഞവരാണ് മുത്തേ. സീരിയസ്ലി CPN 2 ഞാൻ വേണേ വീഡിയോ ഇടാൻ വെച്ചാൽ അത് അതീ കൂടുതലൊന്നും പറ്റൂല. അയ്യോ ഇപ്പം വീണേനെ. എടാ ശ്രദ്ധ തിരിഞ്ഞു കേട്ടാ. ഉള്ള പറയാലോ മുത്തേ. അപ്പം നീ വീണേനെ. വാ സൂക്ഷിച്ചിറങ്ങണേ മുത്തേ. ഇവിടെയൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടാ മുത്തേ? സ്ഥലം ഡബ്ല്യു അല്ലേ? കിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സ്ഥലം വർക്കായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, അത്ര ഞാൻ പറഞ്ഞോളൂ. എനിക്കിത് ഭയങ്കരമായിട്ട് കണ്ട. ഇവിടെ കൂടെ കമ്പനി ഇത്രയും പോവാ, മനസ്സിലായില്ലേ? എന്ത് പറയട്ടെന്നാണ് ഈ ഒരു സ്ഥലത്തിനെ. എന്തെന്നാണല്ലേ? എനിക്കിപ്പോഴും ഞാൻ അവിചാരിതമായിട്ടാണ് വന്നിടാം. മറ്റേ ഒരു ആക്സിഡൻറ്റ്, വണ്ടി ഇടിച്ച് കറങ്ങി വീണയാണ് ഇവിടെ അപ്പുറ സ്ഥലത്ത്. പക്ഷേ അത് കൊള്ളാം. അതുകൊണ്ടൊരു ഉപയോഗമുണ്ട് ഈ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച്. അല്ല നമുക്ക് വണ്ടിക്ക് ചെറിയ വലിയ സീനൊന്നും ആയിട്ടില്ല. നമ്മൾ എന്തായാലും വന്നല്ലേ. ഭയങ്കര ദൂരമായിരുന്നു. ഞാൻ വണ്ടി ഇടിച്ച് പറ്റില്ല, റേസിങ് ചെയ്യണ പോലെയാണ്. അത്രയും ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. വണ്ടി ഇടിച്ച് കമന്നത് അത്രയും ദൂരം ഇടിച്ച് കമന്ന്. അതാണ് ആ പാലത്തിന് അത്രയും ദൂരം ഉണ്ടല്ലോ, അത്രയും ദൂരമാണ് വണ്ടി ഇടിച്ച് കമന്ന എൻ്റെ. എന്നിട്ട് ഞാൻ അങ്ങ് വന്ന് വീണ്. എന്നിട്ട് നോക്കിയപ്പോൾ ഈ സ്ഥലം കണ്ട് ഇങ്ങോട്ട് നടന്ന് വന്ന് നോക്കി. ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ച്. ഞാൻ അപ്പം തന്നെ ലൈവ് പറഞ്ഞാണ് നിങ്ങളിവിടെ വരണമെന്ന്. ഞാൻ അത് ഓർത്തുകൊണ്ട് പെട്ടെന്ന് നിങ്ങളെയും കൊണ്ട് ഇങ്ങ് വന്ന്. ഇവിടെ ലൈൻ അടിക്കാം. അപ്പം ലൈൻ അടിക്കുക എടാ. ലൈൻ അടിക്കും. ഓക്കെ ഇടാൻ പേര്. എടാ ഫോട്ടോ എടുക്കാനാണേ. എടാ ഇവിടെ നിന്ന് എന്തായാലും ഒരുത്തിനും കാറുണ്ടല്ലോ അല്ലേ? അത്രയ്ക്ക് ലൊട്ടടുപ്പിക്കാൻ ആഗ്രഹമുള്ളമാര് ഇവിടെ കാറുണ്ടോ? അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതൊക്കെ നിനക്ക് പറ്റുമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം, മനസ്സിലായില്ലേ? ഇവിടെയൊന്നും കാറൊന്നും കൊണ്ടുവരാം, ഒരുത്തനെ കൊണ്ടും പറ്റൂല. എനിക്ക് വേണം നമ്മളാണ് ഈ CPM യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഹിഡൻ പ്ലേസ് കണ്ടുപിടിക്കുന്നതിൽ മുത്തേ ഞാനാണ് മുത്തേ. അത് നിങ്ങൾ എന്താണെങ്കിലും ലൊട്ട അടിച്ചോ, ഞാൻ അത് പറയണം. എന്നെ നമ്മൾ എന്തോരം സ്ഥലങ്ങൾ പോയിട്ടുണ്ടെന്നാ. ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ കുറച്ച് അങ്ങാട്ടേക്കായിട്ട് പോകും, സീരീസ് ഇടും. അത് ലൊട്ടേ നല്ല ഡബിൾ പരിപാടിയാണ്. പക്ഷേ ഹിഡൻ പ്ലേസ് കണ്ടുപിടിക്കുന്നത് നമ്മളെത്തി ടോപ്പാണ് കേരളത്തിൽ. ഓക്കെ ഗൈസ്, ഈ ലൈവ് ഇടണ കാര്യത്തിൽ നമ്മൾ ആ ലൈവൊക്കെ ഇട്ട് സക്സസ് ആക്കാൻ പറ്റുന്നത് കാണിച്ചു കൊടുത്ത. ബാക്കിയുള്ളവർ ഇടുമായിരുന്നു, പക്ഷേ കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലേ, അത് നമ്മളാണ് മുത്തേ. റെഡ് ഫോക്സ് ബ്രോ, അതൊക്കെ ഞാനാണ് ആ ഒരു തുടക്കം രീതി വന്നത് ആ കാര്യത്തിലൊക്കെ. എടാ എൻ്റെ പൊന്നെ, എൻ്റെ താല അവിടെ മറഞ്ഞിരുന്നില്ല ഒട്ട. ബ്രോ വണ്ടി താഴെയാണ് കിടക്കുന്നത് എന്നാ.
എടാ വണ്ടി എവിടെ കിടന്നോട്ട് പോത്തേ എന്ന സീനില്ല. വെള്ളം ഉടുപ്പിട്ടുകൊണ്ട് മറയണം. ഇല്ലല്ലോ കുഴപ്പമില്ല. ഓ ഇതൊക്കെ സത്യം പറയാല്ലേ, ഇതൊക്കെ ഡബ്ല്യു കണ്ടന്റുകൾ, മനസ്സിലായില്ലേ? സത്യം പറയാൻ ഡബ്ല്യു കണ്ടന്റുകൾ ഇതൊക്കെ. പിന്നെ അത്രേ ഉള്ളൂ മൊത്തേ. സീരിയസ്ലി വ്യൂ ഡബ്ല്യു അല്ലേ ചേട്ടാ. എനിക്ക് തോന്നണം CPM 2 ഇവിടെ വരണം. എൻ്റെ പൊന്നോ, എനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല. CPM 2 വരുമ്പോൾ ഈവൻ്റ് ഇടുമ്പോൾ ആ ഒരു സൂര്യൻ്റെ സംഭവമൊക്കെ ഉണ്ടോ എൻ്റെ പൊന്നോ, അതൊക്കെ മാരകമായിരിക്കും. പറയാതിരിക്കാൻ വയ്യടാ എനിക്ക് സത്യമായിട്ടും. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് മാരകമായിരിക്കും അതൊക്കെ. ഞാൻ ഈവനിങ് നോക്കട്ടെ. വ്യൂ നോക്കി ചാറ്റയുടെ ഈവനിങ് ആ വ്യൂ നോക്കിയാണ്. റെഡ് ഫോക്സ് വണ്ടി താഴെയാണ് കിടക്കുന്നത്. അത് എവിടെ കിടന്നോട്ടെ, അത് കുഴപ്പമില്ല. എടാ ഈവനിങ് വ്യൂ നോക്കാൻ ഞാൻ ചാച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവർ നോക്കുന്നുണ്ടായിരിക്കും. എടാ വണ്ടിയെ കുഴി പോകണ്ട ആരൊക്കെ. എടാ സീരിയസ്ലി ചാറ്റ് അവൻ എന്താ വിട്ട് കണ്ട അമ്മ. എടാ ഈ സൈഡിലെ വ്യൂ ഉണ്ടാ, ഈ വ്യൂ ഉണ്ടാ. CPM 2 10 ഇരട്ടിയാണ്, 100 ഇരട്ടിയാണ്. അതാണ് വ്യത്യാസം. എടാ നൈറ്റ് വിട്ടോട്ടെ. മുത്തേ എൻ്റെ പൊന്നെ മുത്തേ, സത്യം ഒരു ഡബ്ല്യൂടാ. നമുക്ക് മനസ്സ് സത്യമായി സന്തോഷമാണ്. നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കയറിയല്ലേ. ഡബ്ല്യു ഊർവാട്ട് ചാറ്റ് സത്യമായിട്ടും. ഇനി ഇങ്ങോട്ട് കയറട്ടെ. ഇവിടെ 2-3 തവണ വരാനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് നിൽക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് തന്നെ കണ്ട ഇവിടെ ഞാൻ ഇനിയും വരും കേട്ടോ ചേച്ചി. ഒരു തവണ മാത്രമാണ് നമ്മളൊരു സ്ഥലത്ത് പോകണ തിരക്കുകൾ കാരണം നമ്മൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മരുഭൂമിയിൽ ടോപ്പിൽ 2ാമത്തെ തവണ പോയില്ലായിരുന്ന അതുപോലെ. പക്ഷെ അത് കുറച്ച് സമയം എടുത്ത്, ഗ്യാപ്പ് എടുത്ത് കുറേ. പക്ഷെ നമ്മൾ അതുപോലെ അല്ല, അതിനേക്കാളും മുന്നേ എത്തിക്കൂടെ നേരത്തെ ഇനി പല ഹിഡൻ പ്ലേസിൽ നമ്മൾ വീണ്ടും വരും. 2ാമത്തെ തവണ, 3ാമത്തെ തവണ, 4ാമത്തെ തവണ, അങ്ങനെ കുറേ തവണകൾ വരും. ഇവിടെ തന്നെ ഇനിയും ഒരുപാട് ഞാൻ വരും നോക്കിയോ. കാരണം നമുക്കിവിടെ ഇഷ്ടപ്പെട്ട്, ഇവിടെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ്. ഡേറ്റ് നോക്കട്ടെ. ഓ കയറാൻ പറ്റില്ല ലോട്ട. കയറാൻ പറ്റില്ല. എടാ അവിടെ വ്യൂ വെളിച്ചം കുറവാണ്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതാണ് ഒരു പ്രശ്നം. എടാ ഗായ്സ് മാറാ ഗായ്സ്, സീരിയസ്ലി സ്ഥലം ഓൾറെഡി ഇല്ല അതിനിടയിൽ. ഇല്ലടാ ഇമാര് നിൽക്കണോണ്ടിരിക്കും. ഓൾറെഡി കയറാൻ പറ്റുന്നില്ല കേട്ടോ. നിൽക്കാൻ ചാടാൻ പറ്റൂലല്ലോ. കണ്ടാ ചാടാൻ പറ്റൂല. മുത്ത ഇവിടെ പെട്ടാന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കൂടെ പോവാല്ലേ. ഇവിടെ കൂടെ പോയി രക്ഷപ്പെടാടാ. ഇവിടെ കൂടെ പോയി അങ്ങ് കയറാം. ഓക്കെ തിരിച്ച് പോകണമെന്നേ ഉള്ളൂ. പക്ഷേ അയ്യോ ഇത്ര ദൂരം ലിമിറ്റ് ഉണ്ടല്ലോ ഇവിടെ. ഈ സാധനം വെച്ച് അടച്ചിട്ടുണ്ട്. ഇവിടുത്തെ കൂടെ വെളിച്ചുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയോട്ടെ ഒന്ന്. ഇത് നോക്കിയിട്ട് ഇവിടെ ഓക്കെ അല്ലേ. ഇവിടെ കയറാൻ ഭയങ്കര പാട് കേട്ടാ. അവന്മാർ പോകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം കണ്ട അവിടെ ഇങ്ങനെ ആക്കി വെച്ചേക്കണം, നമുക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് പ്രശ്നം. നമുക്ക് പോകാൻ പറ്റാതിരിക്കാൻ വേണ്ടി അവർ അങ്ങനെ ചോദിച്ചേക്കണം. പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. സീരിയസ്ലി കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇത്രയും ദൂരം വന്നല്ലേ, ഇനിയും വരാം. ഇവിടെ ഇങ്ങനെയൊക്കെ ഫാസ്റ്റ് ടൈം വരുമല്ലേ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഇത് കാണും. എന്തായാലും നോക്കാം. അവിടെ താഴെ ചാടിയ വെള്ളമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ചാടിയെല്ലാം ചോദിക്കുക. ചാടിയല്ല ഗ്രാഫിക്സേ ഇല്ല പോയില്ല. എടാ നമുക്ക് ഞാൻ ചാടാം. ഇവിടെ ഓരോരുത്തന്മാരെ വണ്ടി പണയെ കിടക്കണടാ. സീരിയസ്ലി ഞാൻ ചാടാൻ പോണേ. എടാ മാജിക്ക് മുത്തേ. എടാ ചാടാനുള്ള ഒരു മൂടും കളഞ്ഞില്ല. ഒട്ട വലാസ് ബ്രോ, സീരിയസ്ലി ഒലാസ്. എടാ എന്ത് ലൊട്ട ചാറ്റ്, സീരിയസ്ലി മുത്തേ. ചാടാൻ പോയിട്ട് എന്ത് ലൊട്ടേന്നാണ് ചാറ്റ് ബ്രദർ. എടാ നീന്തി കളിക്കണ നീ. അയ്യോ പെട്ടെന്നാ. ദിസ് ഈസ് ഗ്ലാസ് ബ്രിഡ്ജ് എന്നാ.
സീരിയസ്ലി പെട്ട് ചാറ്റ്, സീരിയസ്ലി പെട്ട്. പക്ഷേ നല്ല സ്ഥലത്ത് തന്നെ പെട്ട്, അതുകൊണ്ട് പിന്നെ ഒന്നും ലൊട്ട പറയാനില്ല ഗായ്സ്. ഇനി ഈ ഫുട്ബോൾ പോയാലേ അവിടെ വ്യൂസ് ഉണ്ട്. നമുക്ക് ഇനി വ്യൂസ് കുറഞ്ഞില്ല വെച്ചാൽ എനിക്ക് അറിയണം. ഞാൻ ഈ ഫുട്ബോൾ വയ്ക്കോട്ടെ ഗൈസ്. ചാറ്റ് എന്താ പറയണത് ഗൈസ്? ഈ ഫുട്ബോൾ പോട്ടെ ഗൈസ്. ഈ ഫുട്ബോൾ എന്തായാലും നമ്മൾ കളിക്കണമെന്നുണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ അതിലും ഇനി മെയിനായിട്ട് കുറച്ചൊക്കെ ആക്റ്റീവായിട്ട് ഇന്ന് ഇതെല്ലാം കൂടെ അക്കൗണ്ട് സെറ്റാക്കി. മനസ്സിലായില്ലേ? പോലീസ് കാണാം. എടാ പോലീസൊന്നും ഇവിടെ വരത്തില്ല, വണ്ടി ഇവിടെ വരത്തില്ല മച്ചാ. എങ്ങനെ പെട്ട്, സത്യമായിട്ടും പെട്ട്. സീരിയസ്ലി എന്ത് ചെയ്യാൻ? നോ ബ്രോ എന്നാടാ മുത്തേ, നോ ബ്രോ എന്നൊക്കെയാണ് ചാറ്റ് പറയണം. ഓക്കെ എന്നും ചാറ്റ് പറഞ്ഞുണ്ട്. എടാ മുത്തേ, അത് അഴുക്ക ഗെയിമല്ല, നിങ്ങൾ മനസ്സിലാക്കണം മച്ചാന്മാർ. അത് നല്ല ഗെയിമാണ് ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ. നമുക്ക് അവിടെ പോയിട്ട് കുറച്ചൊക്കെ കളിച്ചോട്ടെ ഗൈസ്. എടാ എപ്പോഴും നമ്മൾ ഒരു ഗെയിം മാത്രം കളിച്ചുകൊണ്ട് ബോറടിക്കൂലേ? അതും വൈബാണ്. നിങ്ങളൊന്ന് ഇഷ്ടപ്പെടൂടാ, നിങ്ങളൊന്ന് നോക്ക്. ഓക്കെ, ഇറങ്ങാം.